നമ്മളെ കുട്ടികൾ എവിടെ പോയി പഠിച്ചോട്ടെ, ഇന്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസിലേക്ക് ആകട്ടെ, പക്ഷെ അവിടെ നിന്നും അപ്പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റായി നമ്മുടെ കുട്ടികൾ മാറണമെന്നതാണ്. അങ്ങനെ ആയി മാറുന്നൊരവസ്ഥ നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. അങ്ങകലെ നിന്ന് 11 മണിക്കൂർ യാത്രയുള്ള ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ വിളിക്കുമ്പോ, പാവം എന്റെ ഉമ്മയുണ്ട് ഇപ്പുറത്ത് കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്തു എന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല വയനാട് ജില്ലയിലെ ഇന്ന സ്ഥലത്തു എന്ന് ചിന്തിച്ച് ആ ഉമ്മയോട് എന്നും ഫോൺ വിളിക്കാനുള്ള ഒരു ആത്മീയത ഉണ്ടല്ലോ, അതൊക്കെ ആത്മീയപരമായ ഭാവമാണ്. എന്റെ ഉമ്മയോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഇരുന്നുകൂടാ എന്ന്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവോടുള്ള ബന്ധം പോലെ മനുഷ്യരോടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സുന്ദരമായ യാത്രകളാണ്. ആ യാത്ര നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അതിനെ ഇമ്പോസ് ചെയ്ത് കൊടുക്കരുത്. ദയവ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകളും കുട്ടികളെ രാവിലെ തന്നെ പോയിട്ട് എണീക്കട അവിടുന്ന് നിസ്കരിക്കണ്ടേ എന്നൊന്നും പറഞ്ഞാൽ അപ്പൊ കുട്ടികൾക്ക് ഉള്ള നിസ്കാരത്തിലും ദേഷ്യം തോന്നും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്താണ്? ഉമ്മ നേരെ പോയിട്ട് ആ ബെഡിലങ്ങോട്ട് കിടക്കുക, എന്നിട്ട് മെല്ലെ അവനൊന്ന് ആലിംഗനം ചെയ്യുക, ചെറിയ മക്കളാണെങ്കിൽ. എന്നിട്ടൊരു മുത്തൊക്കെ കൊടുത്തിട്ട് മോനെ എണീക്കണ്ടേ എന്ന് എണീക്കണ്ടേന്ന് ചോദിച്ചാൽ മതി. നിസ്കരിക്കാണ്ട് മദ്രസ പോവാണ്ട് സ്കൂളിൽ പോവാണ്ടെന്നുള്ള വാക്കേ പറയരുത്. അത് പറഞ്ഞാൽ പിന്നെ ഇടങ്ങറാണ്. കാരണം പിന്നെ സ്കൂൾ ഇങ്ങനെ വെറുത്തു തുടങ്ങും. ഇപ്പൊ നമ്മള് നല്ല ക്ഷീണിച്ചിട്ട് ഉച്ചക്കൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത കുടുംബക്കാർ വന്നാലും ഇവർക്ക് ഇപ്പോഴാ വരാൻ കണ്ട നേരം എന്ന് നമ്മൾ വിചാരിക്കൂലേ? നിങ്ങൾക്ക് വിചാരം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്ര ക്ഷീണിച്ച് കിടക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു തോന്നലാണ്. ഇതേപോലെ കുട്ടികൾക്കും തോന്നും. അതുകൊണ്ട് കുട്ടികളോട് നല്ല സ്നേഹത്തോടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ റുട്ടീന്റെ ഭാഗമായി അതിരാവിലെ നമ്മൾ കുട്ടികളെ ഉണർത്തുന്നു, കുട്ടികളെ സ്നേഹത്തോട് കൂടിയിട്ട് കാര്യങ്ങളിലേക്ക് നയിക്കുന്നു, എപ്പോഴും കൂട്ടുകാരെ പോലെ നിന്നു കൊടുക്കുന്നു.